ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അത്തം 1, മലയാളികളുടെ അഹങ്കാരം. മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ആഘോഷ ദിവസമാണ്, ഉത്സവ ദിവസമാണ്. അപ്പം ഞങ്ങളും ചെറിയ തോതിൽ ആഘോഷിക്കുകയാണ് കേട്ടോ. അതായത് ഞങ്ങൾക്ക് പൂവിടുന്നില്ല, കാരണം ചെറിയച്ഛൻ മരിച്ചു, അമ്മായി മരിച്ചു, 2 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓണം വിപുലമായ തോതിലൊന്നും നടത്തുന്നില്ല, എന്നാലും ഒരു ചെറിയ തോതിൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് പുട്ടും പഴമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഒഴിവാക്കും, പഴം മാത്രം, പഴം, പപ്പടം, ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കുക. മാത്രമല്ല ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന്, ഉത്രാടത്തിൻ്റെ അന്ന് തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം തുടങ്ങി ഞങ്ങൾ പുട്ട് പഴം പപ്പടം കുറേ കൊലകൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അച്ഛനുള്ള സമയത്തൊക്കെ, അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്താകുമ്പോൾ എത്ര കൊല വാങ്ങിക്കുക, ഒരു 4-5 കൊലയൊക്കെ വാങ്ങിക്കും. അത് തീർന്നാൽ പിന്നെയും വാങ്ങിക്കും. എൻ്റെ അമ്മയ്ക്ക് 4 മക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിക്കും. പിന്നെ അടുത്ത ആരെങ്കിലുമൊക്കെ വരുമല്ലോ, ബന്ധുക്കളൊക്കെ വരും ഓണം പ്രമാണിച്ച്. അപ്പോൾ അങ്ങനെ നല്ല ആഘോഷമായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പഴം പുഴുങ്ങും, വലിയൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൽ നിറച്ച് പഴം വയ്ക്കും. പഴം നല്ല ചൂടോട് കൂടിയുള്ള പഴവും പപ്പടവും കൂടി അങ്ങോട്ട് കുഴയ്ക്കും. പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആരുവിൽ കിട്ടുന്ന പപ്പടം എന്നല്ല കേട്ടോ, നല്ല അടിപൊളി പപ്പടമായിരിക്കും. ആ പപ്പടമാണ് ഞങ്ങൾ പപ്പടം ഒരു 2 പഴത്തിന് തന്നെ 2 പഴം വേണം, പപ്പടം വേണം. അങ്ങനെയാണ് അത് കഴിച്ച് അങ്ങോട്ട് അടിക്കലാണ്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്ന് പറയുന്നത് പുട്ട് വേണം, ചേട്ടന് നിർബന്ധമാണ് പുട്ട്. അതുകൊണ്ട് പുട്ടും പഴവും പപ്പടവും ആണ് ഞങ്ങളുടെ. അപ്പോൾ ഞാനത് കാണിക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ 2 കഷ്ണമാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഇനി 2 പഴം കൂടി ഉണ്ട്, 2 പഴം കൂടി ഉണ്ട്. അതും കൂടി ഇതേമാതിരി ഇങ്ങനെ മുറിച്ച് ഇതിലിട്ടിട്ട് ഞാൻ ഓവനിലാണ് വേവിക്കുന്നത് കേട്ടോ. ഓവനിൽ വേവിച്ചെടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഴം എടുത്തിട്ട് ഓവനിൽ വയ്ക്കാം കേട്ടോ. ഓഫ് ചെയ്തു, ഓണാക്കി ഒരു 3 മിനിറ്റ് വയ്ക്കാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനത്തെ സ്പൂൺ കൊണ്ട് 2 സ്കൂപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, പുട്ടുണ്ടാക്കാനാട്ടോ, പുട്ടിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പഴഞ്ചോറാണ്. പഴഞ്ചോറ് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 2 പിടിയും കൂടി നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞിട്ടിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പിടി എടുത്തു. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതേ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഞാൻ ഈ പൊടി ഇത്തിരി ചോറ് ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിപ്പിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ അരി തിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് എടുത്തൊഴിക്കാം, അത് കുഴപ്പമില്ല. അരി തിളച്ചതാണെന്ന് എഴുതിയിട്ട് എടുക്കാതിരിക്കേണ്ട ആദ്യത്തോ. എന്നിട്ട് അത് ഞാനിത് മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത് കേട്ടോ. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഓക്കെ. ഇല്ല പറ, കൈ പിന്നെ മാറ്റാൻ പറ്റില്ല. ഇതുകൊണ്ടൊന്ന് ഞാനിങ്ങനെ ഓണാക്കട്ടെ. സ്വിച്ച് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് ബാക്കിലേക്ക് ഇത്രയും മതി കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇത് പൊടിഞ്ഞു വന്നു. നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കുറച്ചും കൂടി ഉണ്ട്, പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടില്ലേ. എന്നാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഈ ശകലം കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. നിർത്തിക്കോളൂ.
അതിനായിട്ട് നമ്മൾ തേങ്ങ ഇട്ടു. പൊടി കുറേശ്ശായിട്ടിടാം. എന്തോ ഇത് എത്ര ഇട്ടിട്ടും എന്നറിയാത്തത്. ഇത് പുട്ട് വേണമെന്ന് നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? ഇന്ദ്രൻസ് പറയണ വഴി ഇത് എന്താടാ ഇതെന്നറിയാത്തത്. ഇത്ര നേരമായി ഞാൻ ഇത് ഇടാൻ തുടങ്ങിയിട്ട്. പൊടി ഇട്ടിട്ടൊന്നും അറിയണില്ലല്ലോ ഏട്ടാ. ഇത് ഭയങ്കര കുറ്റിയാണുള്ളത്. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പുട്ട് വെച്ചു. ഇതാണ് കടകോൽ എന്ന് പറഞ്ഞ സാധനമാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ മോരുണ്ടാക്കുന്നത്. ഇങ്ങനെ കഴിക്കും. ഇപ്പം എല്ലാവരും മിക്സിയിലല്ലേ ചെയ്യണേ, ഇങ്ങനെ ചെയ്യാം. എന്നിട്ടാണ് വെണ്ണ എടുക്കണം. പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയാണ് വെണ്ണ എടുക്കുക കേട്ടോ. ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. പുട്ട്, പഴം, പപ്പടം. എല്ലാവർക്കും അത്താശംസകൾ.